ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശരത്ത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ തനിനാടൻ ലോക്കൽ ഫുഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് 65 ആണ്. അപ്പോൾ നമുക്ക് ഈ എഗ്ഗ് 65, നമ്മൾ ഈ ചിക്കൻ 65 എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എഗ്ഗ് 65 എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോകാം. എഗ്ഗ് 65 ഉണ്ടാക്കാനായിട്ട് നമുക്ക് പുഴുങ്ങിയ മുട്ട ഉണ്ടല്ലോ, മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ മഞ്ഞക്കുരു നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മൾ ഇതേമാതിരി അതിൻ്റെ വെള്ളം മാത്രം ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് നമ്മളൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. 65 വേണ്ട നമുക്ക് ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ട് നമ്മൾ കടലമാവ്, പിന്നെ നമുക്ക് മുളക് പൊടി, നമ്മൾ ഇവിടെ 3 ടേബിൾ സ്പൂണും, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും, പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, ഇത് മതി നമുക്ക്. അപ്പോൾ നമുക്ക് ഈ എഗ്ഗ് 65 ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം നമ്മൾ ഈ മുട്ടയിലോട്ട് നമ്മൾ ഈ കടലമാവ് നമുക്കൊരു 2 ടീസ്പൂൺ നമ്മൾ വലിയ ടീസ്പൂൺ ഇടുന്നത്. കാരണം നമ്മളിവിടെ എടുത്തുള്ളത് നമ്മൾ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 മുട്ടയ്ക്ക് 2 ടീസ്പൂൺ നിലയിൽ. പിന്നെ നമ്മൾ മുളക് പൊടി 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല നമ്മൾ ആഡ് ചെയ്തു. അതിലോട്ട് നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു മുട്ട കൂടി ആഡ് ചെയ്യാനുണ്ട്. മുട്ട നമ്മൾ ഡയറക്റ്റ് അതിലോട്ട് ആഡ് ചെയ്യുന്നില്ല, കാരണം മുട്ട കേടാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ നമ്മളെ മിക്സ്ചർ കേടായി പോകും. അപ്പോൾ നമ്മൾ മുട്ട ഒന്ന് വേറെ പാത്രത്തിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് മിക്സ് ചെയ്യാം. ഈ മുട്ട നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മിക്സറിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നില്ല, നമ്മളിതിൻ്റെ നോക്കി കുറച്ചായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഏകദേശം നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കൊരു എണ്ണ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് ഓരോന്നായിട്ട് നമുക്ക് ഇടാം. ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്പൂണായിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇട്ട പാടെ തന്നെ നമുക്ക് ഇളക്കാൻ നിൽക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് വെയിറ്റ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് ആയി വരുന്നുണ്ട്. നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ ചിക്കന്, നമുക്കിപ്പം മുട്ടേൻ്റെ പകരം ചിക്കൻ ആണെങ്കിൽ ചിക്കൻ 65 ആവും. നമുക്ക് സോയ യൂസ് ചെയ്യാം. അങ്ങനെ ഏതാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ വെജിറ്റബിൾസ് യൂസ് ചെയ്ത് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ഒന്ന് വറുത്ത് കോരാം. ഇപ്പം എഗ്ഗ് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഗാർണിഷിംഗ് കൊണ്ട് ചെയ്ത് വരുമ്പോഴേ നമ്മളെ എഗ്ഗ് 65 ആവുള്ളൂ. അതിനായിട്ട് നമുക്കിപ്പം കറിവേപ്പിലയും, മുളക്, വെളുത്തുള്ളി, വറ്റൽമുളകുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം വീട്ടിൽ കുറച്ച് എണ്ണ ഇട്ടിട്ട് അതിലിട്ട് നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമുക്ക് കറിവേപ്പില, പിന്നെ നമ്മളെ വറ്റൽമുളക് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വന്നിട്ട് ഇതിലോട്ട് നമ്മുടെ എഗ്ഗ് 65 നമ്മൾ നേരത്തെ വറുത്ത് കോരിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് സർവ് ചെയ്ത് മാറ്റാം. നമ്മുടെ എഗ്ഗ് 65 റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പീസ് കഴിച്ചു നോക്കാം. സംഭവം നന്നായിട്ടുണ്ട്, പക്ഷേ കുറച്ച് മുളക് പൊടി കുറഞ്ഞു പോയി. കുറച്ചും കൂടി നമുക്ക് എരുണ്ടെങ്കിൽ നമുക്കത് അടിപൊളിയാവും. അപ്പോൾ നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. പിന്നെ നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ചിക്കൻ 65, കോളിഫ്ലവർ, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ ഈ തനിനാടൻ ലോക്കൽ ഫുഡ് ബ്ലോഗ്സ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വിഭവമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.